തലവരെ മുടിയില്ലേ നമ്മുടെ മുകേഷിൻ്റെ സ്കീമാ ഒത്തില്ല എനിക്ക് വർക്കൗട്ടായില്ല, തീരെ വർക്കൗട്ടായില്ല. മെയിൻലി ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് ബീജിയം. ഒരു നല്ല ബീജിയം, ഒരു നല്ല പാട്ട്. വിജയ് സിനിമയിൽ നിന്ന് അതെങ്കിലും എക്സ്പെക്ട് ചെയ്തോടെ. ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു സീനിൽ വിജയ് വേഴ്സസ് വിജയ് ആദ്യം കാണുമ്പോൾ നമുക്കൊരു പടം പൊട്ടാം, കുഴപ്പമില്ല. പക്ഷേ വിജയ് പടത്തിൽ നമുക്ക് സ്ഥിരം കിട്ടുന്ന ഒരു ഗൂസ് ബംസ്, അറ്റ്ലീസ്റ്റ് വിജയുടെ ഇൻട്രൊഡക്ഷൻ ഒരു സീനിൽ പോലും നമുക്ക് ഒരു ഫീലില്ല. അതിന് മെയിൻ ഡ്രോബാക്ക് ബീജിയാണ്. പിന്നെ കഥ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ല കോമഡി ആയിട്ടുണ്ട്. DAGing ചില സീനിൽ നന്നായി വർക്കൗട്ടായി, പക്ഷേ ചില സീനിൽ നന്നായി വർക്കൗട്ടായി, ചില സീനിൽ പൊട്ടായിരുന്നു. പേഴ്സണലി എന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വിജയ് ഇഷ്ടമുള്ള ആളെന്നുള്ള രീതിയിലോ ഒന്നും വർക്കൗട്ടായില്ല. നമ്മുടെ അഴകിയ തമിഴ് മകനിലെ പോലെ കുറച്ച് സീൻസ് ഉണ്ട് വിജയ് വേഴ്സസ് വിജയ് ഉള്ള. ചില സീൻസ് കുറച്ച് കണ്ടിരിക്കാവുന്നതാണ്, ചില സീൻസൊക്കെ കൊള്ളാം. ബട്ട് ഗോട്ട് ഈസ് നോട്ട് എ ഗോട്ട്. பயங்கரமான ட்விஸ்ட் இருக்குன்னு சொல்ல. ஆனால் இவ்வளோ ட்விஸ்ட் 2 ட்விஸ்ட் இருக்குது, ஆனால் ഒത്തില്ല. അതൊക്കെ കൊള്ളായിരുന്നു, ചില സീൻസൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സീനെങ്കിലും ഒരു ഇമ്പാക്റ്റ്ഫുൾ സീൻ നമുക്കിങ്ങനെ ഒരു ഗൂസ് ബം സീൻ അത് ഗോട്ടിലില്ല. അല്ല, ഇത് തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ എലിവേറ്റ് ചെയ്യുന്ന സീനുകൾ അങ്ങനെയുള്ള ഗൂസ്ബം മൊമെൻറ്റും ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പറയുന്ന പോലെ റെഫറൻസുകൾ വരുമ്പോഴേക്കും ആൾക്കാർ ഓൾറെഡി ഡെഡാണ്. ഇപ്പോൾ അവർ ഓൾറെഡി നമ്മളെ എക്സ്പ്രഷൻ ലെസ്സായി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഗൂസ്ബം മൊമെൻറ്റ് വരുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സിലുള്ള സീനും ആ റെഫറൻസൊക്കെ കാണുമ്പോൾ ശരിക്ക് ഒരു പൊട്ടിത്തെറിക്കേണ്ടതാണ്. പക്ഷേ ഒരു 4 മണിയുടെ ഫാൻ ഷോയിൽ പോലും അതുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് സംശയമുണ്ട് ഈ പടം എത്രത്തോളം അതിൻ്റെ ഒരു റീച്ചിലേക്ക് എത്തും. മെയിനായിട്ട് എടുത്തു പറയേണ്ട അതിൻ്റെ BGM ഇതിൻ്റെ പോരായ്മ തന്നെയാണ്. അത് പറയുന്നതിൽ നമ്മളെ എല്ലാവരും പ്രതീക്ഷിച്ചു. സോങ്സും അതുപോലെ തന്നെ ചില സീനുകളിൽ സോങ് എന്തിനാണ് തോന്നിയതുകൊണ്ട് തന്നെ അതിൽ തന്നെ പറയണ്ട, അവൻ തന്നെ പറയണം എന്തിനാണ് നമ്മൾ പാട്ടിലേക്ക് പോവുകയാണെന്ന്. പാട്ടിന് വന്നതാണെന്ന് പറഞ്ഞ ഒരു പാട്ട്. എൻ്റെ പിന്നെ ആ സീൻ കഴിഞ്ഞിട്ട് പാട്ട് വയ്ക്കാൻ തോന്നിയ എഡിറ്ററിയാൻ ഒരു സീൻ കഴിഞ്ഞാൽ അവിടെ പാട്ട് ശരി സമ്മതിച്ച്. അടുത്തൊരു ഒരു സെൻറ്റി സീനിൽ നമ്മൾ പ്രേക്ഷകരെ ഫീലായിരിക്കുമ്പോൾ ദേ വരേണ്ട ഒരു പാട്ട്, പിന്നെ സെൻറ്റി സീൻ അടുത്ത പാട്ട്. അതായത് അത് തന്നെയാണ് ഈ ടൈമിങ് തെറ്റുക. ഒന്നാമത് സോങ് നമ്മൾ അത്രത്തോളം ഹുക്ക് ചെയ്യുന്ന സോങ്സും അല്ല. ഇപ്പോൾ അങ്ങനെ നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് സോങ്ങിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ആ സോങ് ഒരു ക്യാച്ച് ആയിരുന്നെങ്കിൽ നമുക്കത് കേട്ടു. പക്ഷേ ആ സോങ്ങും ആ ലെവലിലേക്ക് വന്നിട്ടില്ല. മൊത്തമായിട്ട് പറഞ്ഞാൽ എന്താണ് വിജയ് അങ്ങനെ 1-2 സിനിമകൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ എനിക്ക് അടുത്ത ഏതെങ്കിലും ഒരു പടം 1-2 പടത്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഗംഭീര സ്ക്രിപ്റ്റിൽ എനിക്ക് വിജയ് വേഴ്സസ് വിജയ് ഇതൊക്കെ വിട്ടിട്ട് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിജയിന് ട്രൈ ചെയ്തിട്ട് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം റെഫറൻസുകളും അതിലൂടെയും എത്ര കാലം നമ്മളൊരു സിനിമയെ ഓടിക്കും. അത് വിജയ് ഫാൻസിന് പോലും എനിക്ക് തോന്നുന്നു ഇത് റിപ്പീറ്റേറ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബബിൾഗം പരിപാടിയും സംഭവങ്ങളൊക്കെ അത് അങ്ങനെയുള്ള ഒരു സിനിമയിലാണ് ആ സീൻ വന്നിരുന്നെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഓൾറെഡി ഒരുപാട് ഇപ്പോൾ എന്തായാലും ആ ന്യൂസൊക്കെ പുറത്തു വരും, തൃഷയുടെ എൻട്രി ഉണ്ട്. പക്ഷേ അതൊക്കെ എന്താ പറയുക, നമ്മുടെ ഒരു റെഫറൻസുകൾ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആറാട്ട് മൂവി ലാലേട്ടൻ്റെ തന്നെ സ്പൂഫ് ചെയ്തില്ലേ, ആ ഒരു സംഭവമായിപ്പോയി. സംഭവം വൻ ഇമ്പാക്റ്റ് ചെയ്തു വരുന്നു പോയാണ്. പക്ഷേ ഇതിലിപ്പം വിജയ് തന്നെ സ്പൂഫ് ചെയ്ത പോലെ അങ്ങനെയാണ് തോന്നിയത്. അത് ഒരു വിജയ് ഫാൻ എന്ന രീതിയിലും വിജയുടെ പടങ്ങൾ എൻ്റർടൈനർ ആക്ടർ എന്ന രീതിയിലല്ല. ഡെഫിനറ്റ്ലി വിജയ് ഒരു എൻ്റർടൈനറാണ്. മോഹൻലാലാണെങ്കിൽ ഇത് രണ്ടുമാണ്. പക്ഷേ അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നിരാശ വരുന്നത്. കാരണം എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഇവർ ഇത് ശ്രദ്ധിച്ച് ഇതിൻ്റെ എഡിറ്റർ ഇതൊരു ഫൈനൽ ഔട്ട് കണ്ടില്ലേ എന്നുള്ള സംശയം നമുക്ക് പോലും തോന്നിക്കുന്നത്. നമ്മൾ സാധാരണ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്തെടുത്തിട്ട് വളരെ ഷോക്കാണ്. ഇത് ഞാൻ നെഗറ്റീവ് പറയാൻ വേണ്ടി പറയുന്നല്ല, വേറെ ഏത് മൂവി റിവ്യൂസ് എടുത്തു നോക്കിയാലും ബീച്ചിലും കൂടി ഞാൻ പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് 5 പാട്ട് കണ്ടിരിക്കാം. കാരണം ആ പാട്ട് ഭയങ്കര ക്യാച്ചിങ് ആണ്. പക്ഷേ ഇതിലിപ്പോൾ എടുത്തു പറയാൻ ആ ഒരു സോങ്ങിന് പോലും പറ്റാത്ത രീതിയിൽ യുവൻ തല ഫാനാണോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ഒരു ആ ലെവലിൽ വിജയ്ക്ക് വേണ്ട രീതിയിലുള്ള BGM വന്നിട്ടില്ല. ഈ ആറ്റ്ലീറ്റ് പടം അല്ലെങ്കിൽ ബാക്കിയുള്ള പടത്തിലൊക്കെ നമുക്കൊരു പടം ഓരോ സീനിലും നമുക്കൊരു മാസ് സീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഇടുന്ന സീൻ ഉണ്ടാവും. ഈവൻ തെറിയില്ല കൊച്ച് മറ്റേ നമ്മുടെ 5 സ്റ്റാർ അയക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അങ്ങനെ ഒരു സീൻ പോലും അതില്ല. ഇപ്പോൾ ഈ പറഞ്ഞ റെഫറൻസൊക്കെ വരുമ്പോൾ ഇമ്പാക്റ്റ് ഒന്നും ആവുന്നില്ല. ഈ ബോൾ കൃത്യ സ്ഥലത്ത് കൊള്ളാതെ പോണ പോലെ ആർക്കൊന്നും ഫീലാവുന്നില്ല. ഞങ്ങൾ ആരെങ്കിലും കൈയടിക്കും, ആരും കൈയടിക്കുന്നില്ല. അവസാനം ഞങ്ങൾ കൈയടിച്ചു, ഒന്നുമില്ല. വിജയുടെ എൻട്രൻസ് സീനെങ്കിലും കുറച്ച് അടിപൊളിയൊക്കെ ആയിരുന്നല്ലേ, അത് പോയി.
ആ വിജയുടെ തുടക്കത്തിൽ കാണിച്ച ഒരു എന്താണ് ഗ്രാഫിക്സ്, അത് പുള്ളിയുടെ മൂവികളുടെ മാഷപ്പ് ചെയ്ത ഗ്രാഫിക്സ്, അത് നമ്മൾ ട്രെയിലറിൽ കണ്ട സീൻ തന്നെയാണ്. അതാണ് ആകെ ഒരു ഐ ക്യാച്ചിങ് ആയിട്ട് തോന്നിയത്. പിന്നെ ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത് ട്വിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇതിപ്പോൾ ആര് കണ്ടാലും ഇതാണോ ട്വിസ്റ്റ് എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളാണ്. നമുക്കറിയാം ഒരു 4-5 പേരുണ്ടെങ്കിൽ 2 പേര് എതിർവശത്ത് പോകുന്നത്, അങ്ങനെയുള്ള വളരെ നോർമലായിട്ടുള്ള ട്വിസ്റ്റുകളാണ്. എന്തായാലും കണ്ടിരിക്കാം എന്ന് ഇപ്പോൾ നമ്മുടെ അല്ല, അതിപ്പോൾ എങ്ങനെ കളക്ഷൻ നേടും? അതിപ്പോൾ കളക്ഷനിലല്ലല്ലോ. ഇപ്പോൾ കളക്ഷൻ നേടിയപ്പം ബീസ്റ്റ് പോലും അത് ബ്രേക്ക് ഈവൻ, അത് പ്രൊഡ്യൂസർക്ക് കൊള്ളാം, പക്ഷേ നമുക്കതിനെ കൊണ്ട് ഗുണമില്ലല്ലോ. കാണുന്നവർ കാഴ്ചക്കാർക്ക് ഇപ്പോൾ ചില സിനിമകൾ ഇത്രയും 10-20 കോടി നേടിയെങ്കിലും നമുക്കത് ഇപ്പോൾ വാഴ എന്നുള്ളൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ തമിഴിൽ നിന്ന് തന്നെ, അത് ഇങ്ങനെ ഇത്ര ഭയങ്കര കളക്ഷൻ നേടി. പക്ഷേ ആ സിനിമയൊക്കെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ചില മൂവി സാറ്റിസ്ഫാക്ഷനാണ്. ഓഡിയൻ പേഴ്സൻറ്റേജിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ കളക്ഷനൊന്നും അവരെത്ര നേടി എന്നുള്ള കാര്യമല്ല. ഇതാണ് ഈ സിനിമയുടെ ഒരു ജനറലി അങ്ങനെയാണ്. ഇപ്പോൾ ഫാൻസ് തന്നെ നെഗറ്റീവ് നമ്മൾ പറയില്ല, പുറകെ വന്നവർ പറയട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷേ ഈ സിനിമ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ട്രെയിലറിലും ടീസറിലും കണ്ട പ്രതീക്ഷയില്ലായ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷ അതിന് കുറച്ച് മേലെങ്കിലും വന്നിരുന്നെങ്കിൽ നമുക്കൊരു ആവറേജ് റേറ്റിങ്ങിൽ പോവാം. ഒരു 5-ൽ ഒരു 2.5 മേലേക്ക് പോകാത്ത ഒരു ആവറേജ് അല്ലെങ്കിൽ അതിനും താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ് ഗോട്ട്.